കഥയും കഥാപാത്രങ്ങളെയും തിരിച്ച് സമർപ്പിക്കാൻ മാത്രം. ഇങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ തന്നാൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് മാത്രമായിരിക്കും. ഇതുവരെ നമ്മുടെ വീട്ടിലോട്ടൊന്നും വന്നില്ല. ആരാ പറഞ്ഞേന്ന് നോക്കി, നമ്മുടെ ചൊറുസോദയല്ലേ. എന്റെ അമ്മേ, എന്റെ റബ്ബേ, ഇത് ആരായത്? വരട്ടെ, ഞാൻ പോകും. എല്ലാവരും യുദ്ധം നടക്കും ഇവിടെ. കുറെ ഞാൻ നോക്കിയിരിക്കുക. അന്ന് രമണി അവിടുത്തെ ഫംഗ്ഷന് കണ്ട് ഏതാണ്ട് 1 വർഷമായി നിന്നെ കണ്ടിട്ട്. എന്താ വേണ്ടേ മുഖമൊക്കെ മെനങ്ങനുള്ള? ഇവരെ ഞാനിന്നും ഇല്ല, ആയിട്ടില്ല. എന്താ ഇതുവരെ ആയില്ല? നിങ്ങൾ ഡോക്ടറിനെ കാണിച്ചില്ല ഇതുവരെ? ആർക്കും കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ കാണാനായിട്ട് ഇപ്പൊ 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയാ. അവർക്കങ്ങ് സൗന്ദര്യം പോകും, ശരീരവടിവ് പോകും. എന്താ റബ്ബേ, നമ്മുടെയൊക്കെ കാലത്ത് നമ്മളാരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ? ഈ വേണ്ടാന്ന് വെച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവസാനം അങ്ങ് കയറി ഇറങ്ങി നിരങ്ങും. ആ വടക്കിലെ ജമീലയുടെ മോളോടല്ല, ഭയങ്കര ഒരു അഹങ്കാരം പിടിച്ചവളാ. അവളുടെ അടുത്ത് അമ്മയും ഞാൻ പറഞ്ഞു, ഇപ്പൊ 10 കൊല്ലമായി മരുന്നും ആശുപത്രി ഒക്കെ ആയിട്ട് അങ്ങ് കയറി നടക്കും ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടേ. ഒരു കുഞ്ഞുണ്ടേലേ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. എങ്ങനെ ജീവിക്കും ഒരു കുഞ്ഞില്ലാതെ? അവള് വേണ്ടാന്ന് വെച്ചോടെ. ഇപ്പൊ തന്നെ നീ അങ്ങ് തടിച്ച്. ഇനി എപ്പോഴായി? നീ 30 കഴിഞ്ഞ് ഇനി എപ്പോഴാ? 26 പറ്റില്ല, 46 പെറൂലെന്നാ. എന്റെ റബ്ബേ, നിങ്ങൾ ഇതെല്ലാം കേൾക്കണുണ്ടാ? എനിക്കങ്ങ് ആലോചിക്കാനേ വയ്യ.